ദൈവത്തിന് സ്തുതി. ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ആദ്യമേ തന്നെ ദൈവത്തിന് നന്ദി പറയാം. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാം. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. ഒരിക്കലെ ഒരു ചെറുപ്പക്കാരൻ വൈദികനാകണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി സെമിനാരിയിൽ ചേർന്ന് ഏറെ തീക്ഷ്ണതയോടുകൂടി ആത്മീയ ജീവിതം ആരംഭിച്ചു. എന്നാൽ അധികം വൈകാതെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രലോഭനങ്ങളും കടന്നു വന്ന് അദ്ദേഹം സന്യാസ ജീവിതം ഉപേക്ഷിക്കുവാനായിട്ട് തീരുമാനിക്കുകയാണ്. സന്യാസ ജീവിതം ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കുന്ന സാഹചര്യങ്ങളിൽ ഒരു ആത്മീയ പ്രേരണ എന്നോണം അദ്ദേഹം പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആ പ്രാർത്ഥന സ്വർഗത്തിൻ്റെ അമ്മയ്ക്ക് നിഷേധിക്കുവാനായില്ല. പരിശുദ്ധ ദൈവമാതാവ് ഈ സെമിനാരിക്കാരൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, മോനെ, നിന്നെ സന്യാസ ജീവിതത്തേക്ക് വിളിച്ചിരിക്കുന്നത് ദൈവമാണ്. നീ ഈ സന്യാസ ജീവിതം ഉപേക്ഷിച്ചു പോകരുത്. ദൈവത്തിന് നിന്നെക്കുറിച്ച് വലിയ പദ്ധതികളുണ്ട്. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നീ സന്യാസ ജീവിതം ഉപേക്ഷിച്ചു പോകരുത്. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം അദ്ദേഹത്തോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആത്മീയമായ വലിയ കരുത്ത് ലഭിച്ച് അദ്ദേഹം സന്യാസ ജീവിതത്തിൽ തുടരുവാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം ഒരു പുരോഹിതനായി മാറി. പ്രലോഭനങ്ങളെ അതിജീവിച്ച് പരിശുദ്ധ അമ്മയെക്കുറിച്ച് അനേകം ആത്മീയ ചിന്തകൾ എഴുതിയ ആ പുരോഹിതൻ ആരാണെന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ പേരാണ് വിശുദ്ധ ആൽബർട്ട് ദ ഗ്രേറ്റ്. വിശുദ്ധ തോമസ് അക്വയനാസിന്റെ അധ്യാപകനായിരുന്നു വിശുദ്ധ ആൽബർട്ട്. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കുക. ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, പ്രലോഭനങ്ങളിൽ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന മനസ്സിന്റെ അവസ്ഥയിൽ ഇതാ പരിശുദ്ധ അമ്മ ഇറങ്ങി വന്ന് ആ മകനെ സഹായിച്ച് ഒരു വിശുദ്ധനായി ഉയർത്തി. പരിശുദ്ധ അമ്മയെക്കുറിച്ച് അനേകം ആത്മീയ ചിന്തകൾ ലോകത്തിന് പങ്കുവെച്ച ഒരു വിശുദ്ധനാക്കി മാറ്റി. നമ്മുടെയും ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഭൗതികമായ കാര്യങ്ങളിൽ പോലും, ബിസിനസ്സിൽ അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ, സമർപ്പണ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയി പോകുന്ന ചില നിമിഷങ്ങൾ ജീവിതത്തിലുണ്ടായിരിക്കാം. എന്തു ചെയ്യണം, എങ്ങോട്ട് പോകണം, എങ്ങോട്ട് തിരിയണം എന്നുള്ള കൺഫ്യൂഷനായിരിക്കുന്ന അവസ്ഥകളിൽ പരിശുദ്ധ അമ്മയുടെ അരികിലേക്ക് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നമ്മൾ അഭയം പ്രാപിക്കുക, അമ്മയുടെ സഹായം തേടുക. പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ സഹായിക്കുവാൻ സാധിക്കും. സങ്കീർത്തന പുസ്തകത്തിൽ 32-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നീ നടക്കേണ്ട വഴികൾ നിന്നെ ഞാൻ പരിശീലിപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ഈ നിമിഷങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ സഹായിക്കുവാൻ സാധിക്കും. പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയാണ്. ഒരമ്മയ്ക്കറിയാം മക്കൾക്ക് എന്താവശ്യമാണുള്ളതെന്ന്. നിങ്ങൾ ജീവിതത്തിൽ കടന്നു പോകുന്ന ഏത് പ്രതിസന്ധിയുമായിക്കൊള്ളട്ടെ, ഏത് കൺഫ്യൂഷനുമായിക്കൊള്ളട്ടെ, അത് ഈ നിമിഷം പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാവുക. ആ മേഖലകളിൽ അമ്മ നമ്മളെ സഹായിക്കും. ഒരുപക്ഷെ വിശുദ്ധ ആൽബർട്ടിന്റെ ജീവിതത്തിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഇറങ്ങി വന്നതുപോലെ നമ്മളുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് വരില്ല. അതും സംഭവിക്കാം. പക്ഷേ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ സഹായിക്കാനാകും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലാണോ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളത്, അത് പരിശുദ്ധ അമ്മയുടെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുക. പരിശുദ്ധ അമ്മയ്ക്ക് വിട്ടുകൊടുക്കുക. അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് അമ്മയെ നമ്മൾ അനുവദിക്കുക. നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ വഴി നമ്മുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും ഒരു ദൈവികമായ ഇടപെടലുകളും പരിശുദ്ധ അമ്മയുടെ സഹായവും പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗൈഡൻസും ലഭിക്കുവാൻ വേണ്ടി ഇന്നേ ദിവസം പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രലോഭനങ്ങളും പ്രതിസന്ധികളും കൺഫ്യൂഷൻസും എല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചിട്ട് വിശ്വാസത്തോടുകൂടി പരിശുദ്ധ അമ്മയുടെ സഹായം നമുക്ക് തേടാം. പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കും, നിങ്ങളെ സഹായിക്കും, നിങ്ങളുടെ കുടുംബത്തെ സഹായിക്കും, ആത്മീയ ജീവിതത്തെ സഹായിക്കും, പ്രാർത്ഥനകളിൽ ഇടപെടും. ഈ നിമിഷങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ അത്ഭുത കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും
പരിശുദ്ധ അമ്മയുടെ സഹായം ഉണ്ടാകട്ടെ. സ്നേഹത്തോടെ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. പരിശുദ്ധ അമ്മ ചെയ്ത ഈ അത്ഭുത കഥകൾ നമ്മൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നത് ഒരു സുവിശേഷ വേല തന്നെയാണ്. ലോകത്തിന്റെ വീഡിയോകളും മറ്റു കാര്യങ്ങളുമെല്ലാം എത്രയോ വ്യക്തികളാണ് അത് ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായൊക്കെ പങ്കുവെക്കുകയും ചെയ്യുന്നത്. ഈശോയും പരിശുദ്ധ അമ്മയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത, മറ്റു വിശുദ്ധരുടെ ജീവിതത്തിൽ ചെയ്ത ഈ അത്ഭുത കഥകൾ ഒരുപക്ഷെ നമ്മൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ അവരുടെ വിശ്വാസം വർദ്ധിക്കുവാനും കൂടുതൽ പ്രാർത്ഥിക്കുവാനും അവർക്ക് പ്രേരണ ലഭിക്കാം. അതുകൊണ്ട് സ്നേഹത്തോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ഒരു സുവിശേഷ വേലയായി ഈ പരിശുദ്ധ അമ്മ ചെയ്ത ഈ അത്ഭുത കഥകൾ നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കാനായിട്ട് തയ്യാറാവുക. നമ്മൾ മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ ചെയ്യുന്ന കുഞ്ഞു പ്രവർത്തികൾക്ക് പോലും ഈശോയുടെ മുമ്പിൽ വലിയ പ്രതിഫലമുണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു സുവിശേഷ വേല ചെയ്യാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ദൈവം നമ്മളെ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടി നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഇന്ന് ദിവസം വൈകുന്നേരം 6 മണിക്ക് വിശുദ്ധ കുർബാനയെക്കുറിച്ച്, ദിവ്യകാരുണ്യത്തെക്കുറിച്ച് എഴുതിയ ഒരു ആത്മീയ ഗാനം ഇന്ത്യൻ സമയം 6 മണിക്ക് പ്രസിദ്ധീകരിക്കുന്നതാണ്. സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആ ഗാനം ഒരു പ്രാർത്ഥന രൂപേണ കേൾക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു.